Hallelujah. Study about the God who heals me. അയ്യോ ഈ കട്ടതിലായല്ലോ എന്ന് ഓർത്ത് ഭാരപ്പെടാതെ Before not getting worried about our അതിനെ problems. ഗുണമാക്കി മാറ്റുന്ന ദൈവത്തെ കുറിച്ച് ഇന്ന് രാവിലെ പഠിച്ചുകൊണ്ടിരിക്കുക. I want to study about the God who gives us grace. ഒരുപക്ഷെ ചില മാസങ്ങളിലേക്ക് നിങ്ങൾ എന്നെ കണ്ടെന്ന് വരത്തില്ല. Maybe for some months you are not going to ഞാൻ ഈ see me. ചെടിക്കുണ്ടിനകത്ത് ഓരോ കുഴി വെട്ടുമ്പോഴോ Whenever I am digging deep into the ground, എന്റെ ഭാവി ഞാൻ ഇവിടെ കെട്ടിപ്പടുക്കുകയാണ്. I am building my future in that അപ്പൊ way. എന്റെ ലക്ഷ്യം സുരക്ഷയാണ്. Because my goal is security. അതിന് പണച്ചെലവുണ്ട്. And I spend money for that. എന്റെ ലക്ഷ്യം സമാധാനം സ്വസ്ഥതയാണ്. My goal is peace and comfort. അതിന് ഞാനല്ലെങ്കിൽ സമയച്ചെലവുണ്ട്. And I spend time for that. എന്റെ ശരീരത്തിന്റെ വേർപ്പ് പൊടിഞ്ഞേ പറ്റൂ. That's why I shed tears. അത് ഞാൻ കാത്തിരുന്നേ പറ്റൂ. That's why I wait in God's presence. മറ്റൊരാളോട് ചോദിച്ചാട്ട് You ask the other person. നല്ല പണിയാണല്ലോ കൊള്ളാലോ. Oh, you have built such a beautiful house. എനിക്ക് സ്പീഡ് ഒത്തിരി ഇഷ്ടം. Oh, I like speed. അപ്പൊ എനിക്ക് ലാഭവും വേണം. Oh, and I want profit. പുള്ളിക്ക് ലാഭവും വേഗവുമാണ് വിഷയം. And he wants speed and profit. സ്പീഡ് നല്ലതാ കേട്ടോ. But speed is good. പക്ഷേ സ്പീഡ് അപകടമൊക്കെ ഉണ്ടാക്കിയത്. But the speed could cause accidents. ഏറ്റവും പതുക്കെ പോകുന്ന വാഹനങ്ങളെ ഏറ്റവും കുറച്ച് അപകടം. If you travel slowly, you will have less chance of accidents. സൈക്കിളാണ് ഏറ്റവും ഒരുപാട് പതുക്കെ പോകുന്നത്. And the cycle travels slow. അതിന് അപകടം കുറവ്. And there are less accidents when you സ്പീഡ് travel. കൊടുത്തു ഓരോ അപകടമാണ്. The more you travel speed, the more chances of accidents. നമ്മളൊന്ന് ബ്രേക്ക് തരേണ്ട സമയമായിട്ടുണ്ട്. Sometimes you have to break in your life. വിഷയത്തിൽ വരട്ടെ. Let me come back to my topic. രണ്ട് വീടും പണിത് കഴിഞ്ഞു. And both the houses are built. ഒരെണ്ണം ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ടിരിക്കുക. And housewarming is over for the first and second one. മറ്റേതും വീടിന്റെ പണി കഴിഞ്ഞു. And the second house is also built. പ്രതീക്ഷിക്കാതെ മൂന്ന് വിഷയങ്ങൾ അതിനെതിരെ കടന്നു വന്നു. 3 different things happen unexpectedly. അപ്പുറത്തും ഇപ്പുറത്തുള്ള ഭവനങ്ങളാണ്. There are houses next to each other. മഴ ചൊരിഞ്ഞു. There was mighty മലകൾ rain. പൊങ്ങി. And the world floods came up. കാറ്റതിന്മേൽ അടിച്ചു. And there was mighty wind. ഒന്നിനും വലിയ വലിപ്പച്ചെറുപ്പം കൂടുതലൊന്നുമില്ല. And they all came same level for both the houses. അവിടെ പെയ്ത അതേ മഴ ഇവിടെയും പെയ്തു. The rain amount came was the same on both the houses. അവിടെ പൊങ്ങിയതുപോലെ വെള്ളം ഇവിടെയും പൊങ്ങി. The flood level was same for both the houses. അവിടെ അടിച്ചതുപോലെ കാറ്റ് ഇവിടെയും അടിച്ചു. The intensity of the wind was same for both the houses. പാറയിൽ അടിസ്ഥാനമുള്ള വീട് കുലുങ്ങി പോലുമില്ല. But the house that was laid on the rock did not shake at all. വേഗത്തിൽ തിടുക്കത്തിൽ ലാഭത്തിൽ കുറുക്കുവഴികളോടെ ഉണ്ടാക്കിയെടുത്തത് നിലംപരിതായി പോയി. But things that were achieved through shortcuts, it was destroyed in a moment. അതിനെക്കുറിച്ച് പറയുന്നു അതിന്റെ വീഴ്ച വലിയതായിരുന്നു. That fall was a great fall. അടുത്ത വീട്ടിൽ അടിച്ച അതേ വിഷയം നമ്മുടെ കുടുംബത്തിൽ അടിച്ചിട്ടുണ്ടോ? The same problems came to our house that our neighbors had. നിന്റെ അതേ പ്രായത്തിലുള്ള വ്യക്തിക്കുണ്ടായ അതേ വിഷയം നിനക്കുണ്ടായിട്ടോ? You had the same issue that your friends had. ഞാനും നിങ്ങൾ കുലുങ്ങി പോകാത്തതിന്റെ കാരണം യഹോവയിൽ ആശ്രയമുള്ളതുകൊണ്ടാണ്. You and me were not shaken because we trust in the God. ദൈവാശ്രയത്തിന്റെ ഒരു ജ്ഞാനം ഇന്ന് രാവിലെ ജനം പ്രാപിക്കണം. And that is the wisdom we need to receive from heaven. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. When we trust in the Lord, we will not be shaken, we will be like rock. രാവിലെ ദൈവമക്കൾക്ക് അഭയസ്ഥാനം ദൈവത്തിന്റെ സാന്നിധ്യമായിരിക്കണം. And we should trust and have our refuge in the Lord. യൂത്തിനോട് ചോദിച്ചാട്ട് Ask Ruth, നീ എന്ത് കണ്ടോണ്ടാ ഈ മോവാബിൽ ഇങ്ങോട്ട് പോകുന്നത്? what did you see that you left Moab? അമ്മാവിനെ കണ്ടോണ്ടാ പോകുന്നത്? Did you see your mother-in-law? അതിന്റെ 2:11-12 വാക്യങ്ങൾ വായിക്കണം. Chapter 2 verse 11 and 12 says, 2:11-12 Ruth chapter 2 verse 11 ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ഹല്ലേലൂയ ചിറകിന്റെ നിഴലിൽ ശരണം പ്രാപിച്ചു വന്ന ദൈവം നിനക്ക് പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. God of Israel, let him bless you abundantly. അവൻ നവോമിയുടെ കൂടെ അല്ല വന്നത്. She did not come with Naomi. നവോമിയുടെ ദൈവത്തിന്റെ കൂടെ വന്നത്. She came with the God of Naomi. അതുകൊണ്ട് ഇന്നലെ വന്ന് കേറിയിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് പട്ടണം അറിയപ്പെടുന്നതായി മാറിയത്. Even if she came and she became so popular in the town. നമ്മൾ വന്ന പ്ലെയിന്റെ വലുപ്പമല്ല നമ്മളെ വലുതാക്കിയത്. And now the plane is not so made as big. ഭരിച്ച പ്രസിഡന്റിന്റെ ഗുണവുമല്ല. It's not the president who was നിന്നെ ആലക്കിനെ കൊണ്ടുവന്ന ദൈവത്തിന്റെ ശ്രേഷ്ഠതയാണ്. the God who was bringing you to this country. കൊണ്ടുവന്ന ഡോളറിന്റെ വലുപ്പമല്ലെന്ന്. It was not the strength of the dollar in your hand. മുറുകെ പിടിച്ചിരിക്കുന്ന ഡിഗ്രിയുടെ വലുപ്പമല്ല. It was not the greatness of the degree that you had. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയട്ടെ. This morning the Spirit of God. പിടിച്ചു മറിക്കുവാൻ കഴിയാത്ത അകത്തെ കൃപയുടെ വലുപ്പമാണ് ഇത്രത്തോളം കൊണ്ടുവരുന്നത്. There is a great Hallelujah. that is leading you. അടിസ്ഥാനത്തിന്റെ ബലത്തിൽ നീ പിടിച്ചു നിൽക്കുന്നത്. You are here because of the strong foundation. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ How കഴിയും? many of you can say that? ഞാൻ യഹോവയെ ആശ്രയിച്ചു, യഹോവയെ മാനിച്ചു. And my Lord help me. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പ്രതിഫലമായ ചിറകിന്റെ കീഴിൽ ഞാൻ കടന്നു വന്നു.
come to the class also. 10 മണിയായപ്പോൾ ഡാഡി മമ്മി കൂടെ വന്നു. At 10 o'clock, the daddy mommy came to the class. അത് നോക്കിയപ്പോൾ രണ്ടുപേരും പുറകോട്ടാ വരുന്നത്. The teacher saw the parents are also walking backwards. രണ്ട് പുറകോട്ടാ പോകുന്നത്. So that is why the kids are walking backwards also. അപ്പനും അമ്മയും നേരെ നടക്കാതെ അങ്ങനെ പിള്ളേർ നേരെ നടക്കുന്നത്. If the parents are not working properly, how will the kids walk properly? നാം കാണിച്ചു കൊടുക്കുന്ന മാതൃക നാം കാണിച്ചു കൊടുക്കണം. Whatever example we have to set, we should set our ദേശത്തിനൊരു മാതൃകയായിരിക്കണം. We should be an example to the nation. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്കൊരു മാതൃകയായിരിക്കണം. Parents should be an example to the kids. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊരു മാതൃകയായിരിക്കണം. You should be an example to your friends. ഒരു ജ്ഞാനിയെ തിരിച്ചറിയുന്നത് അവന്റെ നടപ്പിലാണ്. And you will be able to distinguish the wise person by his walk. പിന്നെ വാക്കിലുവാ ഈ രണ്ട് വിഷയത്തിൽ അറിയുന്നത്. Praise the Lord. നാക്ക് കണ്ട അറിയാൻ ജ്ഞാനിയാണോ? By his tongue and by his അങ്ങനെ walk. പറയുന്നത് മിണ്ടാതിരുന്നാൽ മോശനെ പോലും ബാക്കി എന്താ പറയുന്നത് ജ്ഞാനിയായിട്ടെണ്ണും. And if you are quiet and silent, you will be considered as wise. ചിലർക്കൊക്കെ 2 മണിക്കൂർ സംസാരിക്കാൻ അവസരം കൊടുത്താൽ മതി, നമുക്ക് അറിയാൻ പറ്റുന്ന സ്വഭാവം. Some people you just give them 2 hours to speak and speak and they will know. നിങ്ങൾ അത് കേട്ടോണ്ടെങ്കിൽ ഇരുന്നാൽ മതി. You have to just keep listening. 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കറിയാം ആണെങ്കിലുള്ള വാക്യം. After 2 hours of speaking, you will know what kind of ചിലർക്ക് എന്ത് എവിടെ പറയേണ്ടതെന്ന് അറിയത്തില്ല. Some people don't know what to speak where. എല്ലാം അറിയാം, They know everything, എല്ലായിടത്തും പറയണം. but they will tell everything everywhere. ജ്ഞാനികൾ എല്ലായിടത്തും പറയും. They are big wise people. എന്റെ കൂടെ ജോലി ചെയ്തിട്ട് കർത്താവിന്റെ ദാസൻ ഉണ്ടായിരുന്നു. There was a servant of God who worked with me. നല്ല ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ട്, He was very നല്ല qualified. ഡിഗ്രി ഒക്കെ ഉണ്ട്. He had many degrees. കായംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് സഭയെ പാസ്സായിട്ട് വിട്ടു. He was a pastor in Kayangalam. സകലരും